ഹായ് എവരി വൺ. ലാസ്റ്റ് ഇയർ ആയിരുന്നു കേട്ടോ എൻ്റെ വിഷ്ണുവിൻ്റെ മാരേജ് കഴിഞ്ഞത്. ഒരു ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയിരുന്നു. നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടി വന്നത് കൊണ്ടിട്ട് തന്നെ ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ഹണിമൂണൊന്നും പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. സോ ആഫ്റ്റർ 10 days ഓഫ് അവർ വെഡ്ഡിങ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് വാഗമണിലാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നു. എൻ്റെ വിഷ്ണുവിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ഇത്. കാര്യമായിട്ട് നമ്മളൊന്നും ലഞ്ചൊന്നും പ്ലാൻ ചെയ്തില്ല. അതുകൊണ്ട് പോണ വഴിക്ക് ജസ്റ്റ് ഒരു KFC കയറി കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു. വൺസിൻ്റെ വയലാണ് കേട്ടോ. എനിക്കറിയാം ഇതത്ര ഹെൽത്തി അല്ല. പിന്നെ അത് റാംബൂട്ടാൻ്റെ സീസണായിരുന്നു. ഞാൻ കുറച്ചധികം റാംബൂട്ടാൻ മേടിച്ചായിരുന്നു. ഒരു വഴിക്ക് പോണേല്ലേ, പാസഞ്ചറിൻ്റെ നിങ്ങൾക്ക് ത്രില്ലൊക്കെ വേണ്ടേ. എനിക്ക് തോന്നുന്നു വിഷ്ണു കാർ ഓടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇത് കഴിക്കാനായിരുന്നു. ചെറിയൊരു കോമ്പറ്റീഷനിലൂടെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാക്കി. സോ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. മോണ്ടിക്കൽ ക്ലാംസിലാണ് നമ്മൾ പോയത്. നമുക്ക് നല്ലൊരു വാം വെൽക്കൊക്കെ കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തൊരു റിസോർട്ടായിരുന്നു. ഏകദേശം 8 to 10 ക്ലാംസ് അവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ടായിരുന്നു. ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡേ എൻജോയ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. സോ നമ്മൾ റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഇന്നർ ഏരിയ വരുന്നത്. സൈഡിലായിട്ടാണ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്, യെസ്, സൈഡ് വ്യൂ. ഞാനും വിഷ്ണു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഇവിടെ തന്നെയാണ്. അങ്ങനെ യാത്ര ക്ഷീണത്തിന് ശേഷം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കൂടുതലായിട്ട് കേട്ടേക്കുന്ന ഒരു കാര്യമാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നുള്ളത്. ശരിയാണ്, ചേഞ്ചസ് നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ, ഈവനിങ് ആയപ്പോൾ ഞാൻ ചെറിയൊരു ഡാൻസ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ കോസ്റ്റ്യൂമാണ് കാണുന്നത്. എന്തായാലും പ്ലാൻ ചെയ്തല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുറച്ച് കറങ്ങിയൊക്കെ അവിടെ നടന്നു. ഡേനെക്കാട്ടി ഏറ്റവും പ്രെറ്റി ആയിരുന്ന നൈറ്റ് നമുക്ക് പ്രൈവറ്റായിട്ട് ജാക്വിസിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ അവിടെ ടൈം കൊടുത്ത് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗമൺ ട്രിപ്പും മോണ്ടിക്കൽ ക്ലാംസും എല്ലാം വിഷ്ണുവിൻ്റെ ഐഡിയ ആയിരുന്നു. ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ഡൈജസ്റ്റ് ആയില്ലായിരുന്നു. പക്ഷേ എനിക്ക് കണ്ണടച്ച് പറയാൻ പറ്റും, ഇത് ടോട്ടൽ വെർത്തായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. സോ ഫൈനലി ഞങ്ങൾ വിശപ്പിൻ്റെ വിളി കേട്ടു. യെസ്, ഇറ്റ്സ് ഡിന്നർ ടൈം. എന്താണെന്നറിയില്ല, ഈ ഹൈജീനായിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് നല്ല രീതിയിൽ ബോധിച്ചു. അതായത് ഡിന്നർ വന്നിട്ട് സാലഡും അതുപോലെ തന്നെ പാസ്തയുമായിരുന്നു കേട്ടോ. അതെ, അത് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ബാക്ക് ടു അവർ റൂം. ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ റൂം നൈറ്റ് കാണാനായിട്ട്. 7 മണി. എന്താ പറ്റി നിങ്ങൾക്കറിയാൻ പാടില്ല. വിഷ്ണുവിന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ശരി, ഇറങ്ങാം, 7 മണിയല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ നീന്താൻ അറിയാത്ത എന്നെയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. ഒന്നും അറിയാത്തതുകൊണ്ട് ജസ്റ്റ് താണും പൊങ്ങിയും ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. അല്ലാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. പിന്നെ എന്നോട് പാവം തോന്നിയിട്ടാണെന്ന് പറഞ്ഞു എന്നെ ഒന്ന് നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു. രക്ഷയില്ല, നടപടിയായില്ല. ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ലെന്നേ. കാണുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണ പോലെ തോന്നുന്നുണ്ടെങ്കിലും സത്യത്തിൽ എൻ്റെ ഹൃദയം പടപെടാന്നിരിക്കുകയായിരുന്നു. എനിക്ക് വെള്ളം നല്ല പേടിയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കിട്ടിയ അവസരം മുതലാക്കി വിഷ്ണു എങ്ങാനും വല്ല മധുര പ്രതികാരം ചെയ്യും എന്നുള്ള പേടി കൊണ്ടിട്ട് ഞാൻ വിഷ്ണു അടുത്ത് പറഞ്ഞു, വേണ്ട വിഷ്ണു, അവൻ ഒറ്റയ്ക്ക് നീന്തിക്കും, ഞാൻ ഇവിടെ എനിക്ക് നിന്നോളാം. പക്ഷെ കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ ഈ ഒരു കൊല്ലം നീന്തലിൻ്റെ ABCD ഒക്കെ പഠിച്ചിട്ടോ. അതിന് കാരണം വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സും ആണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തായിരുന്നു കേട്ടോ. എനിക്കതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വ്ളോഗൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു വിഷമത്തോടെ ഞാനും വിഷ്ണു മോണ്ടിക്കൽ ക്ലാംസിനോട് ബൈ പറഞ്ഞു.